അതെ, മിനിഞ്ഞാന്ന് ഞാൻ വീട്ടിൽ ഗ്യാസ് വാങ്ങിയിരുന്നു. 832 രൂപ 50 പൈസയാണ് ഞാൻ കൊടുത്തത്. അതുകൂടാതെ വീട്ടിൽ ഇറക്കി തന്ന ചേട്ടനൊരു 20 രൂപ ടിപ്പും കൊടുത്തിരുന്നു. അങ്ങനെ കണക്കാക്കിയാൽ ഒരു 50 രൂപ കൂട്ടിക്കഴിഞ്ഞാൽ അത് 900-ന് എത്തിയല്ലോ. ആ അതെ. രീതിയിലേക്ക് വില വർദ്ധിച്ചല്ലോ എന്ന് മനസ്സിലാലോചിക്കുമായിരുന്നു. ഓക്കെ. അപ്പോൾ എത്ര നാൾ നിൽക്കും ഒരു ഗ്യാസ് സിലിണ്ടർ വീട്ടിൽ ഉപയോഗത്തിന്? ഈ ഗ്യാസൊക്കെ വാങ്ങിക്കുന്ന ഒരു വീട്ടുകാരനാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രാറ്റജിക്കൽ മൂവാണ്. അത് നമുക്കിപ്പോൾ പൊളിക്കാം പ്രസാദേ. സിനോജ, ഒരു ഗ്യാസ് കുറ്റി എത്ര നാൾ ഉപയോഗിക്കാൻ പറ്റുമായിരിക്കും വീട്ടിൽ? ആ വിഷയത്തിൽ ഞാൻ വീട്ടിലെപ്പോഴും വഴക്കിടാറുള്ളതാണ്. കാരണം എന്താ വെച്ചാൽ സബ്സിഡി ഉള്ള ഒരു സിലിണ്ടർ ഒരു വീട്ടിലേക്ക് 15 സിലിണ്ടറാണ് സർക്കാർ നൽകുന്നത്. അതായത് ഒരു വർഷത്തേക്ക്. അപ്പോൾ എൻ്റെ വീട്ടിലെ ഒരു വർഷം ശരാശരി 12 സിലിണ്ടറാണ് വാങ്ങുന്നത്. ഞാനിതൊക്കെ കണക്കെടുത്ത് വെച്ചിട്ട്, കാരണം പൈസ കൊടുക്കുന്നത് ഞാനാണല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു മാസത്തിൽ ഒരു സിലിണ്ടർ എന്ന രീതിയിൽ പോകുന്നത് വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് വഴക്ക് ഇടാറുള്ളതാണ്. അതായത് സിലിണ്ടർ മാത്രമല്ല, മറ്റ് വിറകടുപ്പില്ല, പിന്നെ ഉള്ളത് ഇൻഡക്ഷൻ കുക്കർ അധികം ഉപയോഗിക്കാറില്ല കറണ്ട് കൂടുന്നതുകൊണ്ട്. അപ്പോൾ ഗ്യാസിൽ ആണ് പ്രധാന കുക്കിംഗ് നടക്കുന്നത്. അതുകൊണ്ട് ഒരു മാസം ഒരു സിലിണ്ടർ എന്ന രീതിയിലാണ് വീട്ടിൽ പോകുന്നത്.